ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓപ്പൺ ചെയ്ത് ന്യൂവിൽ പ്രസ് ചെയ്യാം. നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിന്ന് വീഡിയോസോ ഫോട്ടോസോ ഏതാണെന്ന് മുകളിലുള്ളത് മാറ്റിയാൽ മതി. വീഡിയോസും ഫോട്ടോസും വേണമെങ്കിൽ ആദ്യം വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈഡിൽ ലെഫ്റ്റ് കോർണറിൽ താഴെയുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ പിന്നെയും ഗാലറിയിലേക്ക് ഓപ്പൺ ആകും. അവിടെ നിന്ന് പിന്നെ ഫോട്ടോസ് വേണമെങ്കിൽ അതും ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മുടെ ആപ്പിലേക്ക് ഇപ്പോൾ ഇത് ആഡായിട്ടുണ്ട്. ബ്ലാങ്ക് സ്ലൈഡ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കതുപോലെ തന്നെ പ്ലസ് കൊടുക്കുമ്പം ബ്ലാങ്ക് ആഡ് ചെയ്യാം. നമുക്കെന്തെങ്കിലും എഴുതാനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിന് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. എത്ര സെക്കൻഡ്സ് വേണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് അത് ഫസ്റ്റ് സ്ലൈഡായിട്ട് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കളറ്, ബോർഡർ, ഒപ്പാസിറ്റി അങ്ങനെ എല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടിയും കുറഞ്ഞും വരും. നമ്മൾ ഗാലറിയിൽ നിന്ന് ഓൾറെഡി ഇവിടെ ഫോട്ടോസ്, വീഡിയോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കിടക്കുന്ന ക്യാൻവാസ് എടുക്കാം. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫിറ്റ് നമുക്ക് യൂട്യൂബ് ഷോർട്സിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 16:9 എന്നുള്ള ആ ഓപ്ഷനാണ് യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടത്. അതെടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അപ്ലൈ ഓൾ കൊടുക്കുക. അപ്ലൈ ഓൾ കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ സ്ലൈഡ്സും ആ സെയിം ക്യാൻവാസിലേക്ക് ചേഞ്ച് ആകും. നമുക്ക് ഈ സ്ലൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഏതെങ്കിലും ഒരു സ്ലൈഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഇനി താഴെയുള്ള ഈ ഓപ്ഷൻസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു റൊട്ടേഷൻ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് ഏതെങ്കിലും സ്ലൈഡ് റൊട്ടേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കത് 4 ആംഗിളിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്ലൈഡ് 2 പ്രാവശ്യം പ്ലേ ആകണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ എടുക്കാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ഷൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അൺഡു ചെയ്താൽ മതി. പതുക്കെ ആ ഓപ്ഷൻസ് സ്ലൈഡ് ചെയ്യുമ്പം ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നമ്മുടെ വീഡിയോയുടെ ഒപ്പാസിറ്റി കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. ഇനി നമ്മുടെ സ്ലൈഡ് എന്തെങ്കിലും സൈഡിലോ എവിടെയെങ്കിലും ക്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ക്രോപ്പ് ഓപ്ഷൻ എടുക്കാം. അത് ക്രോപ്പ് എടുത്തിട്ട് നമുക്ക് വേണ്ടത്ര അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അടുത്ത് അനിമേഷൻ ഓപ്ഷനിൽ നമ്മുടെ ഓരോ സ്ലൈഡും എങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ അപ്പിയർ ആകേണ്ടത് എന്നുള്ളത് നമുക്കവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇന്നും ഔട്ടും സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓരോ സ്ലൈഡിനും വ്യത്യാസമായിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതനുസരിച്ച് ആ സ്ലൈഡ് വരുന്നതും പോകുന്നതും അതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡ് അത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്തതനുസരിച്ച് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അടുത്തതായിട്ട് ഡ്യൂറേഷൻ എടുക്കാം. ഡ്യൂറേഷൻ ഫോട്ടോയുടേതാണെങ്കിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര സെക്കൻഡ്സ് ആ ഫോട്ടോ പ്ലേ ആകണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോയുടെ ആണെങ്കിൽ ഇതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1 നോർമൽ ഉണ്ടാകുക. താഴേക്ക് 0.9, 0.8 അതുപോലെ കുറയ്ക്കുമ്പോൾ സ്ലോ ആകും. 1.1, 1.2 അങ്ങനെ കുറയ്ക്കുമ്പോൾ സ്പീഡാവും. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ബ്ലർ ചെയ്യണമെങ്കിൽ അതുപോലെ ആക്കി വയ്ക്കാം. ഇതുപോലത്തെ പല ഓപ്ഷൻസ് അവിടെയുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാകുമല്ലോ, അതിൻ്റെ കോർണറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുപോലെയായി കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ആ വോളിയത്തിൻ്റെ എംബ്ലം എടുക്കാം. അതിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന വോളിയം നമുക്കത് ആവശ്യമില്ലെങ്കിൽ 0യിലേക്ക് മാറ്റാം. അപ്ലൈ ഓൾ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. സിംഗിൾ സ്ലൈഡിനാണെങ്കിൽ റൈറ്റ് സൈഡിൽ കൊടുക്കുക. അടുത്തത് സ്പ്ലിറ്റ് ഓപ്ഷനാണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫിൽറ്റർ ഓപ്ഷനാണ്. അതിനുവേണ്ടി സ്ലൈഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പല ഓപ്ഷൻസ് ഉണ്ടാകും. നമുക്കതിൽ ഏതാണോ വേണ്ടത്, ഏതെങ്കിലും ഫിൽറ്റർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെടുക്കാം. അത് ആ സ്ലൈഡിനോ അല്ലെങ്കിൽ ഓൾ സ്ലൈഡിനോ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി എടുക്കുന്നത് ടെക്സ്റ്റ് ഓപ്ഷനാണ്. ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്ത് നമുക്ക് എന്താണോ എഴുതേണ്ടത്, ഓരോ സ്ലൈഡിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ എഴുതാം. എഴുതിയിട്ട് ഓരോ ലൈനിൽ വ്യത്യാസം വേണമെങ്കിൽ അതുപോലെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണം. അതിൻ്റെ ഫോണ്ട് മാറ്റാം, കളർ മാറ്റാം, ബോർഡർ മാറ്റാം, ഒപ്പാസിറ്റി മാറ്റാം, അനിമേഷൻ മാറ്റാം. താഴെ ബോർഡറിൽ റൈറ്റിങ്ങിൽ വരുന്ന എന്തെങ്കിലും
ബോർഡർ വേണോ, ഔട്ട്ലൈൻ വേണോ, അങ്ങനെയുള്ളതെല്ലാം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് എഴുതിയ ടെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ എത്ര ദൂരം വേണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യാം. വീഡിയോ ക്ലിപ്പ് സ്റ്റാർട്ടിങ്, വീഡിയോ സ്റ്റാർട്ടിങ്, ക്ലിപ്പ് എൻഡ്, വീഡിയോ എൻഡ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ റൈറ്റിങ്സ് നമുക്ക് സ്ക്രീനിൽ ഏത് ഭാഗത്താണ് വരേണ്ടതെന്നുള്ളത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ചാനലിൻ്റെ പേരോ എന്തെങ്കിലും വാട്ടർമാർക്കായിട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലെ എഴുതിയിട്ട് സെയിം റൈറ്റിംഗ് ആണ്, എന്നിട്ട് നമുക്കതിൻ്റെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്താൽ മതി. ബോർഡർ കട്ട് ചെയ്യുക, ടെക്സ്റ്റ് ഏത് കളറാണോ വേണ്ടത് എടുക്കുക. ഒപ്പാസിറ്റി നന്നായിട്ട് കുറച്ച് വയ്ക്കുക, ഒരു 40-50 വയ്ക്കുവാണെങ്കിൽ ഞാൻ വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വാട്ടർമാർക്കായിട്ട് നമ്മുടെ വീഡിയോയിൽ കിട്ടും. അത് നമുക്ക് വീഡിയോ എൻഡ് വരെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് കൊടുക്കണമെങ്കിൽ അവിടെ സ്റ്റിക്കർ ഓപ്ഷൻ എടുക്കാം. അതിൽ ഇവിടെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ GIF എടുത്തിട്ട് GIFൽ സ്റ്റിക്കർ എടുക്കുക. അതിൽ നമുക്ക് കുറേയും കൂടെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ചിട്ട് നമുക്കിവിടെ കിട്ടും. നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. പല അനിമേഷനിൽ, പല ഡിസൈനിൽ നമുക്കിവിടെ കുറേ സ്റ്റിക്കേഴ്സ് കാണാം. അതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ബാക്ക് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് സ്ക്രീനിൽ അതെവിടെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് സെറ്റ് ചെയ്ത് എത്ര ലെങ്ത്തിൽ അത് നമുക്ക് വീഡിയോയിൽ വേണമെന്നുള്ളതും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഡിയോ ഓപ്ഷൻ എടുത്ത് നമുക്ക് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കവിടെ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്ത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് പിന്നെ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് മ്യൂസിക് കൊടുക്കണമെങ്കിൽ അവിടെ നിന്ന് മ്യൂസിക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്കത് കോപ്പിറൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൗണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് നമുക്കത് പിന്നെയും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അഡീഷണൽ ഉള്ളത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഈ എൻഡ് വരുന്നത് ഫേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ വീഡിയോയിൽ ഇൻഷോട്ട് എന്നുള്ള വാട്ടർമാർക്ക് അവിടെ കിടക്കുന്നുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ റിമൂവ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ഒരു 30 സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ വരും. അത് നമ്മൾ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് റിമൂവ് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത ആപ്പിൻ്റെ വാട്ടർമാർക്ക് ഇല്ല. ഈ സ്ലൈഡിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു അവിടെ സ്പ്ലിറ്റുള്ള സ്ഥലത്ത് നമുക്കൊരു എംബ്ലം കാണാം. അത് നമുക്കിവിടെ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ അനിമേഷൻ ഓപ്ഷൻസ് വരും. നമുക്ക് അവിടെ ഓരോ സ്ലൈഡിന് വേറൊരു സ്ലൈഡിലേക്ക് മാറാമെന്നുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ വോയിസ് ഓവറോ മ്യൂസിക്കോ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ അവിടെ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഓവർലാപ്പായി പോകും. ഇതിൽ ഒരു ചെറിയ ടൈം വേരിയേഷൻ വരും. നമ്മുടെ സ്ലൈഡ് നോർമൽ വീഡിയോ ഉള്ളതിനെ കഴിഞ്ഞും അനിമേഷൻ കൊടുത്തു കഴിയുമ്പോൾ ട്രാൻസിഷൻ അത് കൊടുത്തു കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ചേഞ്ച് വരും കേട്ടോ. ഇത്രയൊക്കെ എഡിറ്റിങ്ങേ ഉള്ളൂ എൻ്റെ വീഡിയോയ്ക്ക് സാധാരണയായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. സേവ് ചെയ്യുമ്പോൾ ഹൈ റിസൊല്യൂഷനിൽ തന്നെ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ കാണുന്ന ആളുടെ ഫോണിൻ്റെ ക്ലാരിറ്റിയും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫോണിൻ്റെ ക്ലാരിറ്റിയും വേറെ ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ തന്നെ സേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.